ഹബീബായ തങ്ങൾ വഫാത്തായെന്ന് അറിഞ്ഞപ്പോൾ മദീന വിട്ട് സിറയിലേക്ക് ബിലാൽ തങ്ങൾ പോക്കാണ്. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ഭരണകാലത്ത് ഹബീബായ തങ്ങൾ സ്വപ്നത്തിലൂടെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് ബിലാലെ, എന്നോട് പിണക്കമാണോ, എന്നോട് ദേഷ്യമാണോ, ഇനി ഇങ്ങോട്ടൊന്നും അടുക്കുകയെന്ന്. കരഞ്ഞ് കലങ്ങിയ ഹൃദയവുമായി പിടിച്ച് മദീനയിലേക്ക് നടന്നു വരാണ് ബിലാൽ തങ്ങൾ. മസ്ജിദുൻ നബവിയിലെത്തിയതും ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഒരു റിക്വസ്റ്റ് ബിലാൽ തങ്ങളോട് പറയാണ്, ഓ ബിലാലെ, ഒന്ന് ബാങ്ക് കൊടുക്കുമോ എന്ന്. ഇല്ല അമീറുൽ മുഅ്മിനീൻ, അത് മാത്രം പറയരുത്, എന്നെക്കൊണ്ടത് സാധിക്കൂല എന്ന് ബിലാൽ തങ്ങൾ പറയാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന ഹസൻ ഹുസൈൻ തങ്ങളോട് ഉമർ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കൂല എന്ന്. അങ്ങനെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ബിലാൽ തങ്ങൾ സമ്മതം മൂളുന്നു. അതാ മദീന ഹബീബിൻ്റെ കാലത്തേക്ക് സഞ്ചരിച്ച് പോകുകയാണ്. കച്ചവടക്കാരൊക്കെ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നത് മറന്നുകൊണ്ട് അതും തൂക്കിപ്പിടിച്ച് മദീന പള്ളിയുടെ മുമ്പിലേക്ക് ഓടി വന്ന് നിൽക്കുകയാണ്. ഓ ഹബീബിൻ്റെ കാലം നിന്ന് തിരിച്ചു വന്നോ? ആളുകളൊക്കെ ചുറ്റും നോക്കാണ്. വൃദ്ധരായ ആളുകൾ വടിയെടുക്കാൻ മറന്നുപോയ നിമിഷം, സ്ത്രീകൾ തട്ടമിടാൻ മറന്നുപോയ നിമിഷം, അഷ്ഹദു അന്ന മുഹമ്മദ്. അവിടേക്ക് എത്തിയ നേരത്ത് കരഞ്ഞ് ബോധരഹിതനായ ബിലാൽ തങ്ങൾ വീണ് പോകാണ്. ആ ബിലാൽ തങ്ങളുടെ ഇഷ്കിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ എന്താണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ റബീ നമ്മിൽ നിന്ന് തയ്യാറായിരിക്കുകയാണ് എന്ന് കരുതി ഹബീബിനെ മറക്കരുത്. ഹബീബ് എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. ഹബീബിനെ നമ്മളെപ്പോഴും ഇഷ്ക് വെച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന് ഇഷ്ടം വെക്കുന്നവരിൽ, നാളെ പരലോകത്ത് വിജയിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.